ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. ദിവസങ്ങളായി നീണ്ട പ്രാക്ടീസ് അല്ലേ, അതിൻ്റെ ഒരു ഫലം ഇതാ ഇപ്പോൾ നോട്ടിഫിക്കേഷനായി വന്നു. സൈലം PSCയുടെ ആപ്പിലാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 2.0 എന്ന ഏറ്റവും പുതിയ ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുകയാണ്. ഏറ്റവും വിജയകരമായി ധാരാളം ഉദ്യോഗാർത്ഥികൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2.0. അപ്പോൾ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. എന്തായാലും 31 വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ്. ഞാൻ ഏറ്റവും പുതിയ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ആദ്യമായി എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷനിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സ്വന്തം പ്രൊഫൈൽ വഴി തന്നെ ഇത് അപേക്ഷിക്കാം. നോക്കാം നമുക്ക് വകുപ്പ് ഏത്. വകുപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. വകുപ്പ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? കേരള സെക്രട്ടേറിയറ്റ് തന്നെയാണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, AGs, അതായത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് തുടങ്ങിയവിടത്ത് അസിസ്റ്റന്റ് ആൻഡ് ഓഡിറ്റർ തസ്തികയിലേക്കാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഥവാ SA എന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ കൂടി ഇത്രയും വകുപ്പുകളിലേക്കുള്ളൊരു ഡ്രീം ജോബ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒട്ടും നിസ്സാരമല്ല. ഭരണസിരാ കേന്ദ്രങ്ങളിലും ഏറ്റവും കേരളത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കുമുള്ള ഉയർന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഒഴിവിലേക്ക് നിയമനം നടത്തുന്നത്. ശമ്പളം 39,300, 83,000 ശമ്പളം പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇത്ര ഒഴിവുകളുണ്ടെന്ന് പറയുന്നില്ല. താഴത്തെ കുറിപ്പ് കൂടി നോക്കാം. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും ആസ് യൂഷ്വൽ. വേറെ പ്രത്യേകതകളൊന്നും തന്നെയില്ല. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. പല ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ്, 3 വർഷം കാലാവധി നിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഫ്രീസായി പോവും. പഴയ ലിസ്റ്റിന് പിന്നെ പ്രാബല്യം ഉണ്ടാവില്ല. ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന ഒഴിവുകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ്. അതുകൊണ്ടാണ് പ്രതീക്ഷിത ഒഴിവുകളെന്ന് പറയുന്നത്. ലിസ്റ്റ് നിലവിലിരിക്കുന്ന സമയത്ത് വരുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി ഒന്ന് നോട്ടിഫിക്കേഷൻ. നമ്മളൊരു പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും കേരള PSCക്ക് കഴിഞ്ഞ വർഷം വന്നതിൽ നിന്ന് എന്ത് മാറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ വരുത്താൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഓരോ സെക്ഷനും വായിച്ചു പോകുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. പ്രായപരിധി 18-36 തന്നെയാണ്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. വ്യക്തമായി അത് കേൾക്കണം. അതായത് പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾക്കിത് നോക്കി നിങ്ങൾക്ക് സ്യൂട്ടാണോ എന്ന് തന്നെ അറിയാൻ സാധിക്കും. മറ്റ് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കും. വയസ്സിളവിനെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് പൊതുവ്യവസ്ഥകളിലെ 2ാം ഗണിക നോക്കിയാൽ മതി. PSCയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ OBCക്കാർക്ക്, പിന്നാക്ക വിഭാഗക്കാർക്കും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് PSC അനുവദിക്കുന്ന പ്രായപരിധി ഉണ്ട്. അതിൽ ഇളവുകളുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. എന്തായാലും ഈ ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. വിജ്ഞാപന പ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് മാത്രമാണ് ഇതിൽ നിന്ന് തയ്യാറാക്കുന്നത്. മുകളിൽ കാണിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകളിലും പ്രസ്തുത തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമന ശുപാർശ നടത്തുന്നത്. കണ്ടല്ലോ, ശുപാർശയാണ്, ശുപാർശയല്ല. പിന്നാക്കം, ശുപാർശ, ഒരു മലയാളം പദം പോലും തെറ്റിച്ചിട്ടില്ല. കറക്റ്റാണ്. അപ്പോൾ ഇത്രയും വകുപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി വകുപ്പുകളിലെ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നതെങ്കിലും ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഓരോ വകുപ്പിലേക്കും
അതത് തെറ്റാണ്. അതത് എന്ന് പറഞ്ഞാൽ മതി. ഓരോ വകുപ്പിലേക്കും അതത് വകുപ്പിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറയനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ സഹകരണ വ്യവസ്ഥകൾക്ക് വിധേയമായി സംവരണ വ്യവസ്ഥകൾക്ക് വിധേയമായി അവരുടെ റാങ്ക് അനുസരിച്ച് നിയമന ശുപാർശ നടത്തുന്നതാണ്. അപ്പം നിയമന ശുപാർശ നടത്തുന്നത് സംവരണ നിയമങ്ങൾക്കൊക്കെ വിധേയമായി എല്ലാ വകുപ്പുകളിലേക്കും കൂടി ഒറ്റ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുന്നത്. ഒരിക്കൽ നിയമന ശുപാർശ ചെയ്യപ്പെട്ടാൽ അയാളുടെ ഊഴം അവസാനിക്കുന്നതും ഇതേ ലിസ്റ്റിൽ നിന്നും വീണ്ടും വേറൊരു വകുപ്പിലേക്ക് നിയമന ശുപാർശ ചെയ്യപ്പെടാൻ അർഹതയില്ലാത്തതുമാണ്. ഒരിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്തരത്തിൽ കൺഫ്യൂഷൻ വരരുത്. ഒന്നിലധികം വകുപ്പുകളിലേക്ക് ഒരു പൊതുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവായ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ നിന്ന് നിയമനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വകുപ്പിലേക്ക് ഒരിക്കൽ നിയമനം ലഭിച്ച ശേഷം ഒഴിവുകളുടെ അഭാവത്തിൽ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തന്റെ പേര് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതും പിന്നീട് മേൽപ്പറഞ്ഞ വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ ആദ്യം ഉണ്ടാകുന്ന ഒഴിവിൽ നിയമന ശുപാർശ നൽകുന്നതുമാണ്. വ്യക്തമാണല്ലോ. ഇത്രയും വകുപ്പുകളിലേക്ക് നമ്മളൊരു ടെസ്റ്റ് എഴുതുന്നു, പക്ഷെ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കിട്ടിയില്ല, അതായത് അതിൽ നിന്ന് നമ്മുടെ വകുപ്പിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ഒഴിവ് വരുന്ന മുറയ്ക്ക് മറ്റു വകുപ്പുകളിലേക്ക് നിയമനം ലഭിക്കാം. കേസുകളിൽ ഉദ്യോഗാർത്ഥിയെ ഏത് വകുപ്പിൽ നിന്നാണോ പിരിച്ചുവിടപ്പെട്ടത് ആ വകുപ്പിൽ അയാൾക്കുണ്ടാകുന്ന പ്രൊബേഷൻ അവകാശം നഷ്ടപ്പെടുന്നതാണ്. പിരിച്ചുവിടപ്പെട്ട വകുപ്പിൽ തന്നെ പുനർനിയമനം ആഗ്രഹിക്കുന്ന പക്ഷം പബ്ലിക് കമ്മീഷനിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ആദ്യത്തെ വകുപ്പിൽ ഒഴിവുണ്ടാകുന്നതുവരെ ഉദ്യോഗാർത്ഥി കാത്തിരിക്കേണ്ടതാണ്. ഒരു പ്രത്യേക വകുപ്പിൽ തന്നെ ആദ്യ നിയമനം ആവശ്യപ്പെടുവാൻ ഉദ്യോഗാർത്ഥിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നില്ല. അത് ഈ പിരിച്ചുവിടപ്പെട്ടവരുടെയൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ 4% ഒഴിവുകളാണ് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതൊരു റൂൾ പ്രകാരമാണ് അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 4% ഡിസേബിലിറ്റി ഉള്ളവർക്കായിട്ട് മാറ്റുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും മറ്റും കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതി. സെറ്റാണേ. റൂൾസിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. നോക്കൂ, ക്വാളിഫിക്കേഷനിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യ യോഗ്യത, സാധാരണ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതേ യോഗ്യത തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന ചില യോഗ്യതകൾ, സ്പെഷ്യൽ റൂൾസിൽ നിഷ്കർഷിക്കുന്ന യോഗ്യതകൾക്ക് തത്തുല്യമായി കമ്മീഷൻ നിശ്ചയിക്കുന്ന യോഗ്യതകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ കമ്മീഷനിൽ എന്ത് ചെയ്താൽ മതി? ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കിയാൽ മതി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു പൊതുകാര്യമാണ്. എന്തായാലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. ഇനി നമ്മുടെ കയ്യിൽ പറഞ്ഞ പോലെ മറ്റ്, അതായത് അണ്ണാമലൈ പോലെയൊക്കെയുള്ള സർവകലാശാലയുടെയൊക്കെ ബിരുദമാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും തത്തുല്യമായ ബിരുദമാണെങ്കിൽ തീർച്ചയായിട്ടും അത് PSC ഓഫീസുമായി ബന്ധപ്പെട്ട് കേരള PSCയുടെ നിയമനത്തിൽ ഇത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് PSCയുമായി ബന്ധപ്പെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യോഗ്യത ഇത് തന്നെ ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയിലൊന്നും മാറ്റമില്ല. സാധാരണ നിങ്ങളൊരു പ്രൊഫൈലിൽ കയറി എങ്ങനെയാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ കാര്യം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതും അത് തന്നെയാണ് പറയുന്നത്. കുറിപ്പൊക്കെ അത് തന്നെയാണ്. നിങ്ങൾക്ക് സാധാരണ ഒരു കോമൺ എക്സാമിന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. അത് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. പ്രൊഫൈലിലൂടെ നമ്മൾ എങ്ങനെയാണോ ഒരു കോമൺ എക്സാമിന്, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നത് അത് എത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഒരു രീതിയിലും അപേക്ഷ തള്ളിപ്പോകാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായി തന്നെ അത് ചെയ്യുക. ഓക്കെ. ഇനി നമ്മുടെ വീണ്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്ക് നമുക്ക് വരാം. നാച്ചർ ഓഫ് എക്സാമിനേഷൻ 2 പരീക്ഷകളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രിലിമിനറി പരീക്ഷയാണ്. ഒരു പേപ്പർ മാത്രമേ പ്രിലിമിനറി എക്സാമിനുള്ളൂ. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. MCQ മോഡൽ നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു, അതായത് എങ്ങാനും ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ കയറി വരാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. സാധാരണ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എങ്ങനെയാണോ നമ്മൾ പ്രിലിംസ് എഴുതുന്നത് അതേ മോഡലിൽ ഒരു പേപ്പർ, ഒബ്ജക്റ്റീവ് 1 hour 15 minutes തന്നെയാണ്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം, തമിഴ്, കന്നഡ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. മീഡിയം ഓഫ് എക്സാമിനേഷൻ. സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ടില്ല. വരുന്ന ഡേറ്റ് 1 January, അതായത് നാളെ. ഒരു ദിവസം ഇന്ന് മാത്രം ഒന്ന് കാത്തിരുന്നാൽ മതി. നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് വരും. ആ സിലബസ് പ്രകാരം ഏറ്റവും ഭംഗിയായി പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക്.
പിന്നെ ഉള്ളത് അതിൻ്റെ മെയിൻ ആണ്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി ക്രാക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ കാത്തിരിക്കുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. 2 പേപ്പറുകളാണ് ഈ ഒരു മെയിൻ പരീക്ഷയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പേപ്പർ 1 1 മണിക്കൂർ 30 മിനിറ്റ് ആയിട്ടാണ്. ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഡീറ്റെയിൽഡ് സിലബസ് ഈ പറഞ്ഞ പോലെ 1 ജാനുവരി 2025 നാളെ തന്നെ മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറിൻ്റെ റിസൾട്ടും വരും. പ്രിലിംസ് ക്രാക്ക് ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ തീർച്ചയായിട്ടും മെയിൻസ് കൂടി അതുകൂടി ചേർത്തൊക്കെ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അതിനായിട്ടിട്ട് മാറ്റുന്നില്ല. പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് സിലബസ് വിൽ ബി പബ്ലിഷ്ഡ് അലോങ് വിത്ത് ദ ആനുവൽ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രോഗ്രാം ടു ബി പബ്ലിഷ്ഡ് ഓൺ 1 ജാനുവരി 2025 അല്ലേ. അപ്പോൾ എന്തായാലും നാളെ തന്നെ അതും ഉണ്ടാവും. ഇനി മെയിൻ എക്സാമിനേഷന് 2 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സെക്കൻഡ് പേപ്പറും 1 hour and 30 minutes ആണ്. അപ്പോൾ ടോട്ടൽ 3 hours എക്സാം ആണ് ഇതിനകത്ത് വരുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് വീതമുള്ള 2 പരീക്ഷകൾ, 100 200 മാർക്ക്. പ്രിലിംസ് ആസ് യൂഷ്വൽ 100 മാർക്ക് നമ്മൾ പഠിച്ചില്ലേ. നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മലയാളമൊക്കെ 10 മാർക്ക് തന്നെയുള്ള കാര്യമാണ്. എന്തായാലും സിലബസിനെ കുറിച്ചുള്ളൊരു വേറൊരു വീഡിയോ നാളെ സിലബസ് വന്നിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിന് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാർക്ക് പിന്നെ കാറ്റഗറൈസേഷൻ മാർക്ക് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഏതൊക്കെ ഏരിയയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിലബസ് ബേസ്ഡ് വീഡിയോ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും മാർക്കിൻ്റെ ഒരു കാര്യമാണ് നോക്കുന്നത്. സ്കീം ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സിലബസ് നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് സെക്കൻഡ് പേപ്പർ, മെയിൻസിൻ്റെ സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ അതും 1 മണിക്കൂർ 30 മിനിറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ അതായത് ഡീറ്റെയിൽഡ് സിലബസ് വിൽ ബി പബ്ലിഷ് അലോങ് വിത്ത് ദ ആനുവൽ ടെൻഡർ. ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ നമുക്ക് ആ ഒരു സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ 100 മാർക്കിനുള്ള പരീക്ഷ എഴുതുന്നു. മെയിൻസിൽ 100 വീതമുള്ള 2 പരീക്ഷ എഴുതുന്നു. അതായത് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഈ ഒരു സിലബസോട് കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ 200 മെയിൻസ് കഴിയുമ്പോഴാണ് ആ 200 മാർക്ക് ഇൻ്റർവ്യൂ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ എന്തായാലും മാർക്കിങ്ങിനെ കുറിച്ചുള്ളൊരു വിവരവും പരീക്ഷയുടെ മോഡ് ഓഫ് എക്സാമിനേഷൻ അതായത് സ്കീം ഓഫ് എക്സാമിനേഷൻ മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ 100 മാർക്കിനുള്ള പ്രിലിം എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് 100 മാർക്കിന് വീതമുള്ള 2 പരീക്ഷകളുള്ള മെയിൻ എക്സാമിനേഷൻ, 3 hours എക്സാമിനേഷൻ. ആദ്യത്തെ പ്രിലിംസ് ആകട്ടെ സാധാരണ 1 hour and 15 minutes, മറ്റേത് 1.5 മണിക്കൂർ വീതമുള്ള 2 പരീക്ഷകൾ. അതിനുശേഷം 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യേണ്ടത്. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ PSC നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അതൊരു സാധാരണ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ കിട്ടുന്ന നിർദ്ദേശങ്ങളേ ഉള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞ സിലബസും പിന്നെ മറ്റൊന്ന് എന്താണ് ഈ പറഞ്ഞ യോഗ്യതയിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മുടെ പ്രതീക്ഷിത യോഗ്യത തന്നെയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭരണ സിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്, ഏജിസ് ഒക്കെ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അനിശ്ചിതമായൊന്നും കേസ് പോലെ അനിശ്ചിതമായൊന്നും നീട്ടിക്കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും പഠിക്കാനുള്ള സമയമാണ്. സൈലം PSC ടീമിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ആപ്പിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാകും. മലയാളം ക്ലാസ്സുമായിട്ട് ഗുർവിയും ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്.